ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളൊരു ഡേ ഇൻ അവർ ലൈഫാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ തുടങ്ങിയപ്പോഴേക്കും ഉച്ചയായെന്ന് മാത്രം. ഉച്ചയ്ക്ക് ഞങ്ങളൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വീഡിയോൻ്റെ കാര്യമേ ഓർത്തത്. ഇന്ന് രാവിലെ തന്നെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞാറയ്ക്കൽ മജസ്റ്റിക്കിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദൃശ്യം ഇറങ്ങിയിട്ട് സെക്കൻഡ് ഡേ ആയിരുന്നു. ടിക്കറ്റ് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് കിട്ടിയപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്ത് പോയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തിയേറ്റർ എത്തി. അങ്ങനെ ഇനി ബാക്കി സിനിമ കണ്ടിട്ട് കാണാം. ഞങ്ങൾ അങ്ങനെ സിനിമയ്ക്ക് കയറട്ടെ. 1:15 1:10 കഴിഞ്ഞപ്പോഴേക്കും എത്തി. അങ്ങനെ തുടങ്ങാനായിട്ട് ഉണ്ട്. അപ്പം ഇനി ഞങ്ങൾ സിനിമ കണ്ടിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഒരു 4:15 ആയപ്പോഴേക്കും ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി. ഞാനൊരുപാട് ഓവർ ഹൈപ്പ് പ്രതീക്ഷിച്ച് പോയതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് വിചാരിച്ച അത്രയും എക്സ്പെക്റ്റേഷൻ അത്ര ഭയങ്കര നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ വന്നു. കൊച്ചിനെ വിളിച്ച് ഞങ്ങൾ പിന്നെ നേരെ ലുലു മാളിലേക്ക് പോകാൻ വിചാരിച്ചു. കുറേ നാളെ അവിടെ ലുലുവിൽ പോകണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ടവറിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ നമുക്ക് മലനിരകൾ കാണാൻ പറ്റും കേട്ടോ. അത് ഒരിടക്ക് നമ്മുടെ പാലത്തിൽ നോക്കിയാൽ മലനിരകൾ കാണാം എന്നൊക്കെ പറഞ്ഞൊരു വൈറലായില്ലേ, അതിവിടെ കേട്ടോ. അവിടെ നോക്കിയാൽ ശരിയാണ്, നോക്കിയാൽ കാണാൻ പറ്റും, മലനിരകൾ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എടപ്പള്ളി എത്താനായി. ലുലുവിലേക്ക് പോകാൻ വിചാരിച്ചു. ഇന്നത്തെ ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ പോയപ്പോൾ എടപ്പള്ളി പള്ളിയിൽ പെരുന്നാൾ കഴിഞ്ഞിരുന്നെങ്കിലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിലേക്ക്. പിന്നെ എടപ്പള്ളി എത്തിയതുകൊണ്ട് തന്നെ റോഡുകളിലൊക്കെ നല്ല ബ്ലോക്കുകളുണ്ടായിരുന്നു. നല്ല മഴക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ലുലുവിലേക്ക് കയറാൻ അതിനപ്പുറം തിരക്കായിരുന്നു. അവിടെയൊക്കെ ഫുള്ള് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇന്നത്തെ ദിവസം ഒരു ദിവസമാണെങ്കിൽ പോലും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ലുലുവിലും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുലു എത്തി. ആദ്യം തന്നെ പോയത് ഹൈപ്പറിലേക്കാണ്. ഹൈപ്പറിൽ ചെന്നു എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് വാങ്ങാം, എന്നിട്ട് അവിടെ നിന്ന് നേരെ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മസാല ചിക്കനും പിന്നെ ഒരു ചോക്ലേറ്റ് ഡോണട്ട് മേടിച്ചായിരുന്നു. ആ ചോക്ലേറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം, അങ്ങനെ ഒരു ഡോണട്ട് വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് കുബൂസും മയണൈസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. ഈ ചോക്ലേറ്റ് ഇങ്ങനെ വീഴുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ക്രേവിങ്സ് വരും കേട്ടോ. നല്ല രസമായിരുന്നു അതിങ്ങനെ കാണാൻ. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റൊക്കെ വാങ്ങിച്ച് ഫുഡ് കോർട്ടിൽ പോയി ഒരു സീറ്റും കണ്ടുപിടിച്ച് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ തുറന്ന് നോക്കിയപ്പോഴും കുബൂസ് ആണെങ്കിലും മസാല കുബൂസായിരുന്നു, അതിന് ചെറിയ എരിവുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ചിക്കനാണെങ്കിൽ മസാല ചിക്കനുമായിരുന്നു. എല്ലാത്തിനും ഭയങ്കര എരിവായിരുന്നു. കുബൂസ് കുറച്ചെങ്കിലും കൊച്ച് കഴിച്ചു. പിന്നെ അങ്ങ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എരിവായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചുമില്ല, നമുക്കും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ചിക്കനൊക്കെ നല്ല എരിവുണ്ടായിരുന്നു. പെരിയൊക്കെ കണ്ടിട്ട് അതൊക്കെ ഭയങ്കര എരിവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് മസാല ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിനും ഭയങ്കര എരിവായിരുന്നു. പിന്നെ കൊച്ചിന് വെള്ളം കുപ്പി ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെള്ളം എടുക്കാനാണെങ്കിലും മറന്നുപോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ സാധാരണ ഒരു വെള്ളം കുപ്പി വാങ്ങിച്ചു. പിന്നെ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ചോക്ലേറ്റ് ഡോണട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂടാറിപ്പോയതുകൊണ്ട് തന്നെ അതും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചൂടോടെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ചോക്ലേറ്റ് അങ്ങോട്ട് തണുത്തിട്ട് ഡ്രൈ ആയിപ്പോയി. പിന്നെ അവിടെ നമ്മൾ നേരെ ഫൻറ്റൂര ഗെയിംസ് സെക്ഷനിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മേളിൽ നിന്ന് നോക്കിയപ്പോൾ താഴെ എന്തോ ഫാഷൻ പരേഡൊക്കെ നടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് പിന്നെ നമ്മൾ ഗെയിം കളിക്കാനായിട്ട് പിന്നെ അങ്ങോട്ടേക്കാണ് പോയത്. പിന്നെ കുറേ നേരം ഗെയിമിൻ്റെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി ആ കാഴ്ചകൾ നിങ്ങൾ
അങ്ങനെ ഞങ്ങൾ ഗെയിം സെക്ഷനിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ലുലു കണക്റ്റിലേക്കായിരുന്നു. എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ ലുലു കണക്റ്റിൽ കയറി. അപ്പോൾ ജസ്റ്റ് 17 Pro കണ്ടപ്പോൾ, ഫോൺ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറയൊക്കെ നോക്കിയതാണ്. 8x വരെ സൂം ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി. അതായത് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പ് വാങ്ങിച്ചു. എൻ്റെ ബില്ലൊക്കെ കഴിഞ്ഞു. അസ്യൂസിൻ്റെ ഒരു ലാപ്ടോപ്പാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ജസ്റ്റ് ഒരു സാധാരണ യൂസിനാണ്, ഫുൾ ടൈം ഇങ്ങനെ യൂസ് ചെയ്യാനല്ല, ജസ്റ്റ് വീഡിയോസ് കാണാനും പിന്നെ ഒരു പഠിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. അങ്ങനെ ഒരു അസ്യൂസിൻ്റെ ലാപ്ടോപ്പ് അവിടെ ഓഫറിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. അസ്യൂസ് വിവോ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അവരവിടെ നിന്ന് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് പോയി. അപ്പോഴേക്കും തന്നെ സമയം 9:30 കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ലുലുവിലൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സമയം പോകും. എങ്ങനെ ഇത്ര പെട്ടെന്ന് 10 മണിയായെന്ന് പോലും മനസ്സിലാവുന്നില്ലായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്കൊരു ജ്യൂസും മേടിച്ച് കുടിച്ചു. ഭയങ്കര ദാഹവും പരവേശമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസും മേടിച്ച് കുടിച്ചു. ഞങ്ങൾ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.